നമ്മുടെ ഗസ്റ്റ് ഡോക്ടർ നജ്മുദ്ദീൻ സാറാണ്. അദ്ദേഹം മുട്ടിൽ WMO കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അറബിക് ഡിപ്പാർട്ട്മെന്റിന്റെ HODയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അക്കാഡമിക് കൗൺസിലറിന്റെ ഇലക്ടഡ് മെമ്പറും കൂടിയാണ്. അദ്ദേഹം തന്റെ MA MPhil പഠനങ്ങൾ പൂർത്തിയാക്കിയത് JNU ന്യൂഡൽഹിയിൽ നിന്നാണ്. നാഷണൽ ഇന്റർനാഷണൽ സെമിനാറുകളിൽ അദ്ദേഹം നിരവധി പേപ്പർ പ്രസന്റേഷനുകൾ നടത്തിയിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD പൂർത്തിയാക്കി. മലേഷ്യ, ഈജിപ്ത്, തുർക്കി, UAE, സൗദി, ഖത്തർ, ബഹ്റൈൻ, ഒമാൻ തുടങ്ങി ഒട്ടേറെ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹം പാരന്റിംഗ്, ലീഡർഷിപ്പ്, മഹല്ല സ്ട്രെങ്തനിങ്, അക്കാഡമിക് സെഷൻസ്, ഫാമിലി മീറ്റ്, ടീച്ചേഴ്സ് ട്രെയിനിങ്, കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ വിഷയങ്ങളിൽ കൈകാര്യം ചെയ്യാറുണ്ട്. അദ്ദേഹം കോൺഫെഡറേഷൻ ഓഫ് കേരള കോളേജ് ടീച്ചേഴ്സിന്റെ സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറിയും ഫോസ്മോ വയനാടിന്റെ പ്രസിഡന്റും WMO ഇംഗ്ലീഷ് അക്കാഡമിയുടെ അക്കാഡമിക് കോർഡിനേറ്ററുമാണ്. ഡോക്ടർ നജ്മുദ്ദീൻ സാറിനെ ഡിവിഷൻ പരിപാടിയിലേക്ക് ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. പ്രോഗ്രാമിന്റെ പ്രേക്ഷകർ ഓരോരുത്തരെയും പ്രത്യേകം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡിവിഷൻ പ്രോഗ്രാം ഡയറക്ടർ നൂസിയ മാഡത്തിനെയും ടീം ഇൻചാർജിലെ അംഗമായ ജസീറ മാഡത്തെയും മറ്റ് സംഘാടക പ്രതിനിധികളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ സെഷൻ ഏറ്റെടുക്കുന്നതിനായി ഡോക്ടർ നജ്മുദ്ദീൻ സാറിനെ ക്ഷണിക്കുന്നു. സർ. ഓക്കെ, താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. പ്രിയപ്പെട്ടവരെ, ഏവർക്കും എൻ്റെ ഹൃദ്യമായ ഒരു നല്ല ദിനം ആശംസിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ദ ആർട്ട് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണ്. സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഫീലിംഗ് ഷെയറിംഗ് ആണ്. നമുക്ക് മറ്റൊരാളോട് സംവദിക്കുമ്പോൾ ആ സംവദിക്കാനുള്ള ഒരു മെത്തേഡ് ഉണ്ട്. ഏത് രൂപത്തിൽ സംസാരിക്കുക എന്നുള്ളതല്ല, സംവദിക്കാനുള്ള മെത്തേഡിനെ നല്ല നിലയിൽ ഉപയോഗിക്കുകയും കേൾക്കുന്ന ആളുകൾക്ക് നമ്മോടൊരു താല്പര്യം ഉണ്ടാക്കുന്ന രൂപത്തിൽ കമ്മ്യൂണിക്കേഷനെ മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യമെന്ന് പറയുന്നത്. നമുക്കറിയാലോ, മനുഷ്യന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അയാൾക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ ദൈവം നമുക്കൊരു അനുഗ്രഹം തരുമ്പോൾ ഈ അനുഗ്രഹങ്ങളെ ഏറ്റവും സുന്ദരമായി വിനിയോഗിക്കാൻ സാധിക്കുക എന്നുള്ളതും അതൊരു മോറൽ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. അതാണ് ഒരു കാതലായ വശം എന്ന് പറയുന്നത്. പിന്നെ സാധാരണഗതിയിൽ ആളുകളൊക്കെ പലർക്കും പല രൂപത്തിലാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുക. എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു കല എന്ന് പറയുന്നത്. ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ ശരിയായാൽ പോരാ, പക്ഷെ ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഒരാളോട് ഒരു ആശയം പറയുമ്പോൾ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അത് ഏറ്റവും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മളൊരു കഥ പറയാറുണ്ട്. ഒരു കണ്ണ് കാണാത്ത ഒരാൾ, അദ്ദേഹം ഒരു ടൗണിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരു ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഐ ആം ബ്ലൈൻഡ്, ഐ കാൻ സീ നത്തിങ്. ഞാനൊരു കണ്ണ് കാണാത്ത ആളാണ്, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ ആളുകളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നു, അദ്ദേഹത്തിന് മുന്നിലൂടെ അങ്ങ് നടന്നു പോകുന്നുണ്ട്, പക്ഷെ ആരും റിയാക്ട് ചെയ്യുന്നില്ല. അപ്പോൾ വേറെ ആൾ വന്നിട്ട് ആ ബോർഡ് ഒന്ന് തിരിച്ചെഴുതിയെന്നാണ്, നമുക്കൊക്കെ അറിയുന്ന കഥയാണ്. അദ്ദേഹം തിരിച്ചെഴുതിയാണ്, വാട്ട് എ ബ്യൂട്ടിഫുൾ വേൾഡ് ബട്ട് ഐ കനോട്ട് എക്സ്പീരിയൻസ് ഇറ്റ്. ഇത് സുന്ദരമായ ഒരു ലോകമാണ് എൻ്റെ മുന്നിലുള്ളത്, പക്ഷെ എനിക്കത് കാണാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആളുകൾ അദ്ദേഹത്തെ സഹായിക്കാൻ തുടങ്ങിയതാണ്. ഇതിൽ ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നല്ലതല്ലാതാകുമ്പോൾ കുറേ പ്രയാസങ്ങൾ ഉണ്ടാവുന്നതാണ്. ഈ പ്രയാസങ്ങൾ ഉണ്ടാവുന്നതും അല്ലെങ്കിൽ കുടുംബത്തിലാവാം, കൂട്ടുകാരിലാവാം, അധ്യാപനത്തിലാവാം, അല്ലെങ്കിൽ രക്ഷിതാക്കൾ തമ്മിലാവാം, വീട്ടിലെ ആളുകൾ തമ്മിലാവാം, ഓഫീസിലാവാം, ബോസ് അല്ലെങ്കിൽ ജോലിക്കാരൻ അല്ലെങ്കിൽ യജമാനൻ ആ രൂപത്തിലാവാം. എല്ലാ കാര്യങ്ങളും ഒരു സ്മൂത്തായി റൺ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം നമ്മൾ ആളുകളോട് സംവദിക്കുന്നതിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. നമുക്ക് കാര്യങ്ങൾ പറയാം, നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് പറയാം, എൻ്റെ അധികാരം ഉപയോഗിച്ചൊക്കെ പറയാം. പക്ഷെ ആ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം ആളുകളോട് സംവദിക്കാനെന്ന് സാധാരണഗതിയിൽ പറയാറുണ്ട്. ഇപ്പോൾ ഈ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മതഗ്രന്ഥങ്ങളിലൊക്കെ നന്നായിട്ട് അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ കുറേ പ്രയോഗങ്ങൾ വളരെ സുന്ദരമായിട്ട് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറഞ്ഞ കുറേ വാക്കുകളുണ്ട്. ഓരോ സന്ദർഭത്തിനനുസരിച്ച് പറഞ്ഞ കുറേ വാക്കുകൾ. അതിൻ്റെ അറബി ടേം ഇങ്ങനെയാണ്. ഒന്ന് രണ്ട് സ്ഥലത്ത് കൗലൻ മഅറൂഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നന്നായി വ്യക്തമായി മനസ്സിലാവുന്ന, നന്നായി അറിഞ്ഞ് സംസാരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. കൗലൻ കരീം എന്ന് പറഞ്ഞിട്ടുണ്ട്, മാന്യമായി സംസാരിക്കുക എന്നുള്ള പ്രയോഗം. മാതാപിതാക്കളുമായുള്ള സംവേദനത്തിന്റെ സമയത്ത് ഖുർആൻ ഉപയോഗിച്ച വേർഡ് കൗലൻ കരീമാണ്. പിന്നെ കൗലൻ ഷദീദ് പറഞ്ഞിട്ട് വേറൊരു പ്രയോഗം പറഞ്ഞിട്ടുണ്ട്. ഒരു ഷദീദ് എന്ന് പറഞ്ഞാൽ നേരായി വഴിയിലായിരിക്കണം കമ്മ്യൂണിക്കേഷൻ.
ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് അതിന് വേറെന്തെങ്കിലും അർത്ഥം വെച്ച് വേറെ ആൾ മനസ്സിലാക്കുന്ന രൂപമില്ലാതെ വളരെ കൃത്യമായിട്ട് ആളുകളെ അറിഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇപ്പൊ ഭഗവത്ഗീതയിൽ ഒരു പ്രയോഗം പറയുന്നുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക്, ദ വേർഡ്സ് ദാറ്റ് ഡു നോട്ട് അജിറ്റേറ്റ് അതേഴ്സ്, മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താതെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, അതാണ് ഏറ്റവും പ്ലസന്റ് എന്നാണ് ഭഗവത്ഗീതയിൽ ഒരു പ്രയോഗമുണ്ട്. ഒരു 17-15 ഭാഗത്തായിട്ടൊരു പ്രയോഗം വരുന്നുണ്ട് അങ്ങനെ. അത് ഏറ്റവും പ്ലസന്റ് ആണ്. അതായത് മറ്റുള്ളവരെ നമുക്ക് ഒരു വാക്കുകൊണ്ട് ചിലപ്പം പെട്ടെന്ന് നമുക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പ്രയാസപ്പെടുത്താൻ പറ്റും. പക്ഷെ അത് പ്രയാസപ്പെടുത്താതെ നന്നായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചാൽ അത് ഏറ്റവും സുന്ദരമാണെന്നാണ് എൻ്റെ അർത്ഥം. അപ്പൊ ആളുകളായിട്ട് അത് സുന്ദരമാണെന്ന് മാത്രമല്ല അതിൽ വന്ന പ്രയോഗം, അത് ഏറ്റവും ബെനിഫിഷ്യൽ ആണെന്നാണ്. ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും അജിറ്റേറ്റ് ചെയ്യാതെ, അവരെ പ്രകോപിപ്പിക്കാതെ കാര്യങ്ങളുള്ള വൃത്തിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. നെഗറ്റീവ് ആണെങ്കിൽ പോലും അതിനെ പോസിറ്റീവായിട്ട് പറഞ്ഞു കൊടുക്കുന്ന രൂപമുണ്ടല്ലോ, അതാണ് ആളുകൾ ഇൻഹേൽ ചെയ്യുക എന്നുള്ളതാണ്. മനുസ്മൃതിയിൽ വേറെ കാര്യം പറയുന്നുണ്ട്, സത്യം പ്രയത് പ്രിയം പ്രയത് നോ പ്രിയം സത്യം അപ്രിയം എന്നാണ്. നമുക്ക് സത്യം പറയാം, സത്യം പറയണം എന്നാണ്. സത്യം പറഞ്ഞാൽ മാത്രം പോരാ, അത് സ്നേഹപൂർവ്വം പറയണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി വേറൊരു കാര്യം കൂടി അതിൽ പറയുന്നുണ്ട്, മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ സത്യം പറയണം. അത് മനുസ്മൃതിയിൽ പ്രയോഗമാണ്, മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത സത്യം പറയാം. ചില സന്ദർഭങ്ങളിലോ മീറ്റിങ്ങിലോ നമ്മളൊക്കെ വ്യത്യസ്ത മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ പല മേഖലയിൽ, വ്യത്യസ്തങ്ങളായ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ആ സമയത്തൊക്കെ നമുക്ക് നിരവധി, ഇപ്പോൾ രാവിലെ എഴുന്നേറ്റത് മുതൽ നമ്മൾ വൈകുന്നേരം കിടന്നുറങ്ങുന്നത് വരെ എത്ര ആളുകളോട്, എത്ര സദസ്സിനോട്, അല്ലെങ്കിൽ എത്ര വിദ്യാർത്ഥികളോട്, അല്ലെങ്കിൽ കുടുംബങ്ങളിൽ ഒക്കെ നമ്മൾ ഓരോ നിമിഷവും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കമ്മ്യൂണിക്കേഷനിൽ ചിലപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും അവർ തിരുത്തേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വരാറുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും അത് അവർക്ക് വേദനിപ്പിക്കാത്ത രൂപത്തിൽ പറയാൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു കലയാണ്. അതെല്ലാവർക്കും സാധിച്ചോളുന്നില്ല. അങ്ങനെ ആവുമ്പോഴാണ്, ഇപ്പൊ നമുക്കൊക്കെ അറിയാലോ, ഈ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാകുന്ന വലിയ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം നമ്മൾ ഒറ്റയടിക്ക് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് കൊണ്ടാണ്. അതിന് ഏറ്റവും പോസിറ്റീവായിട്ട് നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിൽ വരുന്ന കുറേ മാറ്റങ്ങളുണ്ടല്ലോ. ആ രൂപത്തിലേക്ക് കമ്മ്യൂണിക്കേഷൻ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ആളുകളെ കേൾക്കുക എന്നുള്ളതിനേക്കാൾ പ്രധാനമാണ്. കമ്മ്യൂണിക്കേഷനിലെ സാധാരണഗതിയിൽ പറയുന്ന പ്രയോഗം എന്ന് പറഞ്ഞാൽ, നമ്മൾ അങ്ങോട്ട് പറയാമെന്ന് മാത്രമല്ല, ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ ആവണമെങ്കിൽ അയാൾക്ക് നല്ല ലിസണിങ് കപ്പാസിറ്റി ഉണ്ടാവണം. ഇപ്പോൾ ഇത് അർജുനന്റെ ഒരു കഥ പറയാറുണ്ട്. അർജുനന് യുദ്ധത്തിന് പോകുമ്പോൾ അദ്ദേഹം ആകെ കൺഫ്യൂസ്ഡായി, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, എന്തൊക്കെയാണ് യുദ്ധം ചെയ്യാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു, കുറേ കാര്യങ്ങൾ സംഭവിച്ചു. ആ സമയത്ത് കൃഷ്ണൻ വന്നിട്ട് കുറച്ചു നേരം സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ എന്താണ് നിങ്ങളുടെ വ്യാകുലതകൾ, എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ, അത് ഇതിലിങ്ങനെ വിവരിക്കുന്നുണ്ട്. വളരെ രസമാണ് അതിന്റെ വിവരണ രീതി. എന്റെ പ്രശ്നങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന കുറേ കെട്ടുകൾ മാറിയെന്നാണ്. ഓക്കെ, ഞാൻ റെഡിയായി എന്നുള്ള രൂപം അല്ലെങ്കിൽ ഒരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ടൈപ്പ് നമ്മളുടെ നിത്യജീവിതത്തിൽ നമുക്ക് കൊണ്ടു നടക്കാൻ സാധിച്ചാൽ കുറേയേറെ ബന്ധങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രമല്ല, മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ഇപ്പൊ ചിലപ്പോൾ നമുക്ക് തോന്നാറില്ലേ, നമ്മൾ ഒരു വാക്ക് പറഞ്ഞു പോയതിന് ശേഷം നമ്മൾ റിഗ്രറ്റ് ചെയ്യുന്ന കുറേ സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഇല്ലാതെയാക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ മനസ്സമാധാനമാണ് കൂടുക. നമുക്ക് സെൽഫ്, നമുക്കൊരു എസ്റ്റീം ഉണ്ടാവും, നമുക്ക് നല്ലൊരു സന്തോഷം ഉണ്ടാവും. ഓക്കെ, ഞാൻ അതിലങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ആ സമയത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചാൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുണ്ട്. അത് ബന്ധങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന വലിയ എഫക്റ്റാണ് ഉണ്ടാവുക. സംസാര രീതി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ആരോട് പറയുകയാണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട, ജെന്റിലായിട്ട് സംസാരിക്കാൻ ഒരാൾക്ക് സാധിക്കുക എന്നുള്ള വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. വിശുദ്ധ ഖുർആനിൽ ഒരു ചരിത്രം പറയുന്നുണ്ട്. ഇപ്പൊ ഫറോവനെ കുറിച്ച് പറയുന്ന ചരിത്രമാണ്. ആ ചരിത്രത്തിൽ ഫറോവനെ കുറിച്ച് ഖുർആൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അദ്ദേഹം ധിക്കാരിയാണെന്നാണ്. ധിക്കാരിയായ ഒരാളെ രണ്ട് പ്രവാചകന്മാരോട് പറഞ്ഞു വിടുകയാണ്, നിങ്ങൾ അവിടെ പോയിട്ട് മൂസാ നബിനോടും ഹാറൂൻ നബിനോടും പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തോട് പോയി സംസാരിക്കണം, കാരണം അയാൾ ധിക്കാരിയാണ്. അപ്പൊ ധിക്കാരിയായ ആളോട് നമുക്ക് സംസാരിക്കണം എന്ന് പറയുമ്പോൾ പിന്നെ അതിന് കൊടുക്കുന്ന ഒരു വിശദീകരണം ഉണ്ട്. അത് ആ അറബിയിൽ പറയുന്ന ടേം ഇങ്ങനെയാണ്, നിങ്ങൾ അദ്ദേഹത്തോട് വളരെ മൃദുവായി സംസാരിക്കണം. കൗലൻ ലയ്യൻ എന്നാണ് ഖുർആൻ ഉപയോഗിച്ച പേര്. വളരെ മൃദുവായി, സോഫ്റ്റ് ആയിട്ട് സംസാരിക്കണം. അത് എന്നിട്ട് ഖുർആൻ പറഞ്ഞൊരു പ്രയോഗമുണ്ട്, അങ്ങനെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ ആരോടാ സംസാരിക്കണം നമ്മൾ ആലോചിക്കണം. ധിക്കാരിയായ ആളോട് സംസാരിക്കാൻ വിടുമ്പോൾ ഖുർആൻ പറഞ്ഞു കൊടുക്കുന്ന ഉപദേശം സോഫ്റ്റ് ആയിട്ട് സംസാരിക്കണം എന്നാണ്. അങ്ങനെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ പിന്നെ വന്ന പ്രയോഗം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ സംസാരിക്കുമ്പോൾ ചിലപ്പം അദ്ദേഹം മനസ്സിലാക്കിയേക്കാം എന്നാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഭയം സംഭവിച്ചേക്കാം. അത് ഇല്ലാതെയാകുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, ഏറ്റവും ധിക്കാരിയോട് സംസാരിക്കുമ്പോഴും ഈ രണ്ട് കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മെച്ചം എന്ന് പറയുന്നത്, കേൾക്കുന്ന ആളുകൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ സുഗമമാകുകയും ഇതിലെന്തോ ഒരു കാര്യമുണ്ടല്ലോ എന്നുള്ള തോന്നൽ വരും.
ഇപ്പൊ നമ്മളൊക്കെ ഞാൻ അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് നമ്മളൊക്കെ ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന കുറെ ആളുകളുണ്ട്, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇതിലുണ്ടാവാം. നമുക്കൊക്കെ നിരന്തരം കുട്ടികളുമായിട്ട് സംവദിക്കേണ്ടി വരാറുണ്ട്. ആ സംവദിക്കുന്ന സമയത്തൊക്കെ നമ്മളുടെ സംസാര രീതി എന്ന് പറയുന്നത് ഒരു കമാൻഡിങ് പവറിൽ നമുക്ക് അവരോട് കാര്യങ്ങൾ പറയാം. പക്ഷേ ഏറ്റവും സുന്ദരമായിട്ട് കുട്ടികൾ ഏറ്റെടുക്കുകയും അവരനുസരിക്കാൻ പ്രാപ്തരാകുകയും ചെയ്യുന്നത് അവരെ വിളിച്ച് സംസാരിക്കുമ്പോഴാണ്. കമ്മ്യൂണിക്കേഷൻ ഒരു കമാൻഡ് രൂപത്തിലല്ല, വളരെ സോഫ്റ്റ് ആയിട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ടിലേക്ക് അതിനെ കൊണ്ടുവരാൻ സാധിക്കുക. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഈ ഒരു പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഏറ്റവും പരസ്പരം സ്നേഹിക്കുന്ന രണ്ടാളുകൾ, അവര് നന്നായി വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ ആ രൂപത്തിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ വലിയ ദൂര സ്ഥലത്താണ് രണ്ടുപേരും എന്ന് വിചാരിക്കുക, ഒരാൾ രണ്ട് എൻഡിലാണ്. പക്ഷെ അവർ ആ സമയത്തും സംസാരിക്കുമ്പോൾ അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുക എങ്ങനെയാണ്? വളരെ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടാണ്. ആരും ഫോണിൽ വിളിച്ചിട്ട് പരസ്പരം ഒച്ചത്തിൽ എന്ത് വിശേഷം എന്താ കാര്യങ്ങൾ ചോദിക്കില്ല. ആ ഒരു സമയത്ത് പ്രത്യേകമായ നിമിഷങ്ങളിൽ അവർ സംസാരിക്കുക വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുക. ആ സംസാരിക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ എത്ര ദൂരെ, കിലോമീറ്ററുകൾ ദൂരെ ആയിരിക്കും, അവർ വളരെ ഫ്രീ ആയിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഫോണിലൂടെ പോലും സംസാരിക്കുക. അതെന്താ കാരണം? വളരെ ഭവ്യമായിട്ട് സോഫ്റ്റ് ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോണ്ടാകുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ, നമുക്കുണ്ടാവുന്ന ആളുകൾ സ്നേഹിതരാണെങ്കിൽ ആ ഇന്റിമസി കൂടാനും കൈൻഡ്നെസ് കൂടാനും പരസ്പരം എഫെക്ഷൻ വർദ്ധിപ്പിക്കാനും ഒക്കെ അത് കാരണമാകും. ഇനി ഇതേ അവസ്ഥ എന്താണ്, രണ്ടാളുകൾ ഒരു വലിയ ബഹളം വെക്കുകയാണ്. സപ്പോസ് ഏതെങ്കിലും ഒരു കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിക്കുക. തൊട്ടടുത്താണ് ആളുകൾ നിൽക്കുക. ഇപ്പൊ ഞാനും എൻ്റെ ഒരു കുടുംബത്തിലെ ആളും എന്തെങ്കിലും വിഷയത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ തൊട്ടടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ പോലും വളരെ ഉച്ചത്തിലാണ് കാര്യങ്ങൾ പറയുക. ഈ ഉച്ചത്തിൽ സംസാരിക്കുന്നത് കൊണ്ടുള്ള റിസൾട്ട് എന്ന് പറഞ്ഞാൽ വളരെ നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആവുക മാത്രമല്ല, നമ്മൾ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് പറയുന്നത് വികാരങ്ങൾ മാത്രമാണ്. വികാരങ്ങൾ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മനസ്സിൽ പരസ്പരം ഈർഷ്യത കൂടും, ദേഷ്യം കൂടും. നമ്മളുണ്ടായിരുന്ന എല്ലാ ബന്ധങ്ങളുടെയും ഒരു റിലേഷന്റെ ഒരു കാമ്പുണ്ടല്ലോ, ആ കാമ്പ് അകന്നകന്നിങ്ങനെ പോവുക ചെയ്യാം. രണ്ട് സിറ്റുവേഷൻ ആണിത്. ഒന്ന്, ദൂരെയുള്ള ആളുകൾ സ്നേഹത്തോട് സംസാരിക്കുകയും വളരെ സോഫ്റ്റായി സംസാരിക്കുന്നു. രണ്ട്, അടുത്തുള്ള ആളുകൾ ദേഷ്യം പിടിച്ച് സംസാരിക്കുമ്പോൾ പരസ്പരം ഈർഷ്യത കാണിക്കുമ്പോൾ തൊട്ടടുത്താണെങ്കിൽ പോലും വളരെ ഉച്ചത്തിൽ സംസാരിക്കുന്നു. അതാണ് നമ്മൾ ചോദിക്കാറ്, ആ വീട്ടിൽ എന്താ പ്രശ്നം ചോദിക്കും. കാരണം അവിടെ എന്തെങ്കിലും വിഷയം നടക്കുമ്പോൾ അവർ ഒച്ചത്തിലേ സംസാരിക്കും. അത് നമ്മൾ ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ സാധിപ്പിക്കുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ ഒരു യാഥാർത്ഥ്യം അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഈ രാവിലെ നമ്മളൊക്കെ ഇങ്ങനെ കൂടിയിരുന്നിട്ട് നമ്മളെ സ്നേഹങ്ങൾ പങ്കിടുകയാണ്. ഞാൻ പലപ്പോഴും മീറ്റിങ്ങിൽ കയറി ക്ലാസ്സുകൾ കേൾക്കാറുണ്ട്. ഒരു സ്നേഹം പങ്കിടലാണ്, നല്ല കമ്മ്യൂണിക്കേഷനാണ്. രാവിലെ നമ്മളെ ഉണർത്തുന്ന നല്ല നല്ല പ്രയോഗങ്ങളും നല്ല നല്ല വിഷയങ്ങളെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഇന്നർ വൈബ് ഉണ്ട്. ആ വൈബ് എന്ന് പറയുന്നത് ഒരു ദിവസത്തെ നമ്മളെ നിയന്ത്രിക്കാൻ നമുക്ക് രാവിലെ കിട്ടുന്ന ഈ രൂപത്തിലുള്ള നല്ല കമ്മ്യൂണിക്കേഷൻ പ്രാപ്തമാക്കുന്നുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ, നമുക്കറിയാം നമ്മുടെ ബോഡി ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും പ്രധാനമാണ്. നമ്മൾ ആരോട് സംസാരിക്കുന്നു, എങ്ങനെ സംസാരിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് നമ്മളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രസന്റബിൾ ആകുക എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളുടെ ഒരു ഫേസ് കണ്ടാൽ ആളുകൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്താണ്, ഇദ്ദേഹം ഇന്ന് നല്ല ഒരു സിറ്റുവേഷനിലാണോ വരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ? ചില ആളുകളുടെ മുഖം കണ്ട് നമ്മൾ ചോദിക്കാറില്ലേ, എന്തോ ഒരു പ്രയാസം ഉണ്ടല്ലോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കാനുള്ള കാരണം എന്താണ്? നമ്മളെ പ്രസൻസ് ഓഫ് മൈൻഡാണ്. നമ്മളത് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നുള്ളതാണ്. രാവിലെ ഏതെങ്കിലും ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ, ഇപ്പം എൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ആരുടെയും കീഴിൽ വർക്ക് ചെയ്യാൻ പോകുന്ന ആളാണെങ്കിലൊക്കെ നമ്മളൊന്ന് വളരെ ഫ്രീ ആയിട്ട് പ്ലസന്റ് ആയിട്ട് പോകാന്ന്. പ്രസന്റ് ആവണം, പ്ലസന്റും ആവണം, വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് കുറേ ഘടകങ്ങളുണ്ട്. നമ്മൾ അപ്പിയറൻസ് സെറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സാധാരണഗതി നമ്മൾ വിദ്യാർത്ഥികളോടൊക്കെ പറയാറുണ്ട്, നമ്മളെ ഒരു ഡ്രസ്സിങ് ശൈലി ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ഒരു പ്രസന്റ് ആയിട്ട് ഒരു വിഷയം അവതരിപ്പിക്കാൻ പോകുക, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാൻ പോകുന്ന ആളാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ് പോലും നമ്മളെ കമ്മ്യൂണിക്കേഷൻ അടയാളമായിട്ട് ആളുകൾ കണക്കാക്കുന്നുള്ളതാണ്. ഇപ്പൊ സാധാരണഗതിയിൽ പറയാറുണ്ട്, ഞാൻ ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്, ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാൻ വസ്ത്രം ധരിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല എന്നാ പറയാം. അത് ഞാൻ ആരെയാണോ അഭിമുഖീകരിക്കാൻ പോകുന്നത് അവർക്ക് വേണ്ടിയും കൂടിയാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ എല്ലാ ദിവസവും പുതിയതിട്ട് ധരിച്ചു പോകണം എന്നുള്ളതല്ല പറയുന്നത്. നമുക്കറിയാലോ, അതിൻ്റെ ഒരു മോഡസ്റ്റി ഉണ്ടാവും, അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവും, അതിൻ്റെ ഒരു ക്യൂട്ട്നെസ് ഉണ്ടാവും. അതൊക്കെ ക്ലിയർ ആയിട്ടാണ് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുന്നതെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ സെൽഫ് കോൺഫിഡൻസ് വരാനുള്ള ഒരു അവസരമുണ്ട്. ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ നമുക്ക് നമ്മളോട് തന്നെ വലിയ ഒരു സ്നേഹം വരാനുണ്ട്. ഒരു സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ,
അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മുടെ വാക്കിലൂടെയും നമ്മുടെ പ്രയോഗങ്ങളെയും നമ്മൾ ആളുകളുമായി സംവദിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളിലൂടെ ഒക്കെ വരുന്നതാണിത്. ബൈബിളിൽ ഒരു പ്രയോഗം പറയുന്നുണ്ട്, എന്താണ്, ലെറ്റസ് അവർ സ്പീച്ച് ബിൽഡ് അതേഴ്സ് അപ്പ് എന്നാണ്. നമ്മൾ സംസാരിക്കുന്നത് കാരണം മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാകാൻ പാടില്ല. അതായത് മറ്റുള്ളവരെ ഉയർത്താനേ നമ്മൾ സംസാരം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ്. അതായത് ഇപ്പോൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ എന്താക്കണം, അവരെ ഒരു പോസിറ്റീവായിട്ട് കണ്ടിട്ട് വേണം സംസാരിക്കാൻ. അങ്ങനെ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു 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 സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷം എന്താണ് മുന്നോട്ടുള്ള നമ്മുടെ പ്രയാണത്തിലാണെങ്കിലും മറ്റുള്ള ആളുകൾ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുമ്പോഴാണെങ്കിലും ഒക്കെ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് വന്ന് ഭവിക്കുന്ന പറയാം. ഇപ്പോൾ ചില വാക്കുകളൊക്കെ ഉണ്ടല്ലോ, നമ്മളായിരിക്കും വളരെ സിമ്പിൾ ആണെന്നുള്ളത്, പക്ഷെ ആ സിമ്പിളായ വാക്കുണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ കുറേ ഉണ്ട്. ഇപ്പൊ നമുക്കൊക്കെ അറിയുന്ന കുറേ സംഭവങ്ങൾ നാട്ടിലൊക്കെ നടന്നിട്ടുണ്ടാവും. ഇപ്പൊ സപ്പോസ് ഒരു കല്യാണ ആലോചനയായിട്ട് വരികയാണ്, ഒരു ചെക്കനെ കുറിച്ച് അന്വേഷിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ കുറിച്ച് അന്വേഷിക്കുകയാണ്. നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഒക്കെ വളരെ നല്ല കുട്ടിയാണ്, പ്രശ്നങ്ങൾ നല്ല പഠിക്കും, കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാക്ക് പലപ്പോഴും ഉണ്ടായിട്ടുള്ള എന്താണ് ആളുകൾ സങ്കടം പറഞ്ഞ വാക്കുണ്ട്, ഒക്കെ പറഞ്ഞിട്ട് പറയും. പക്ഷേ ആ ഒരു പക്ഷേ, ഒരു ബട്ട് എന്നുള്ള വാക്കാണ് ഇംഗ്ലീഷിൽ മൂന്നക്ഷരമുള്ളൊരു വാക്ക്, മലയാളത്തിലൊരു മൂന്നക്ഷരമുള്ളൊരു പക്ഷേ എന്നുള്ളൊരു വാക്ക് അവിടെ വന്നു പോയതിന് കാരണമായിട്ട് എത്രയോ ബന്ധങ്ങൾ മുറിഞ്ഞു പോയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മുമ്പിലൊക്കെ ഉണ്ട്, കുടുംബത്തിലൊക്കെ മറ്റുള്ള എന്താണ് ഒരു കൗൺസിലിംഗ് പരിപാടിയിലൊക്കെ പോകുമ്പോൾ ആളുകളുടെ സങ്കടം പറയലാണ്, നല്ലൊരു കല്യാണം വന്നിരുന്നു, എല്ലാ ബന്ധങ്ങളൊക്കെ നല്ലതായിരുന്നു, കുടുംബം നല്ലതായിരുന്നു, രണ്ടുപേരും ജീവിക്കാനുള്ള നല്ല സാഹചര്യങ്ങളുള്ള ആളുകളായിരുന്നു, പക്ഷെ എന്തോ ഇങ്ങനെ ആരോ എന്ന് പറഞ്ഞു. അതാണ് പറയുക, ഒരൊറ്റ വാക്കാണ്, ആ ഒരൊറ്റ വാക്ക് നശിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തെ മാത്രമല്ല, ഒരു കുട്ടിയുടെ ചിലപ്പം എന്താണ് നല്ലൊരു ഫ്യൂച്ചറിനെ കൂടി ആയിരിക്കാം. ഇങ്ങനെയുള്ള പിന്നെ സന്ദർഭങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഡീലിങ്സ് ആരോടാണെങ്കിലും ഒരു പ്ലസന്റ് ആയ ഒരു ചിരി, എന്ത് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ എന്നറിയാം. ഇപ്പൊ ഇന്ന് രാവിലെ ഞാൻ വരുമ്പോൾ എന്താണ്, രാവിലെ കൽപ്പറ്റയിൽ എന്താണ് മുനിസിപ്പാലിറ്റിയിൽ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത്, എനിക്ക് അദ്ദേഹത്തെ പരിചയമൊന്നുമില്ല, പക്ഷെ അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ട് ഒരു ചിരി, വെറുതെ ഒരു ചിരി. അപ്പൊ അദ്ദേഹത്തിന് ആരും ക്ലാസ് കൊടുത്തിട്ടൊന്നുമല്ലോ, പക്ഷെ മനുഷ്യനോട് ചിരിക്കാൻ സാധിക്കുക എന്നുള്ളത് എന്ത് നല്ലൊരു മനസ്സാണ് അദ്ദേഹത്തിന്. പിന്നെ 2 മിനിറ്റ് അദ്ദേഹമായി ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, രാവിലെ നല്ല ഒരു സമയത്ത് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ അവരുടെ ജോലിയുടെ ഒരു ബുദ്ധിമുട്ടൊന്നും അവർക്ക് ഫീൽ ചെയ്യുന്നില്ല. വളരെ സുന്ദരമായ 2-3 മിനിറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മളുടെ ഒരു നിമിഷം നമുക്ക് ചെലവഴിക്കാൻ എന്താണ് സാധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല രൂപത്തിൽ അത് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അത് വലിയ മാറ്റം അന്നത്തെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ റെസ്പെക്റ്റ്ഫുൾ ആയിരിക്കണം. ആരോട് സംസാരിക്കുകയാണെങ്കിലും അതിനൊരു റെസ്പെക്ട്. ഇപ്പൊ വിദ്യാർത്ഥിയോട് സംസാരിക്കുന്ന അധ്യാപകൻ വിദ്യാർത്ഥിയെ റെസ്പെക്ട് ചെയ്തിട്ടേ സംസാരിക്കാവൂ. റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ കുറെ മാനങ്ങളുണ്ടല്ലോ, കുട്ടിയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. അവൻ ഒരു 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 ഇൻഡിവിജ്വൽ ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ. അവൻ്റെതായ ഒരു ഡിഗ്നിറ്റി ഉണ്ട് ലൈഫിൽ, അവൻ്റെ ഡിഗ്നിറ്റിയും കാര്യങ്ങളൊക്കെ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ സംസാരിക്കണം. ഇപ്പൊ ഞാൻ WMO പ്രതിനിധിക്കുന്ന ആളാണ്. നമ്മുടെ WMOയുടെ മോട്ടോ എന്ന് പറയുന്നത് റെസ്പെക്ട് ദ ചൈൽഡ് ആസ് എ പേഴ്സൺ എന്നാണ്. ഒരു കുട്ടിയെ ഒരു മനുഷ്യനായിട്ട് കണ്ടിട്ട് വേണം കുട്ടിയോട് സംവദിക്കാൻ. അല്ലാതെ നീ കുട്ടിയാണ്, ഞാൻ എന്താണ് ഇന്ന ആളാന്നുള്ള രൂപത്തിൽ നമ്മൾ സംവദിക്കുമ്പോൾ അവന് കൊടുക്കേണ്ട റെസ്പെക്ട് നമ്മൾ കൊടുക്കാതിരിക്കുകയാണ്. ഇപ്പൊ പ്രവാചകന്റെ വചനമുണ്ട്, നമ്മൾ വലിയവരോട് സംസാരിക്കേണ്ട രൂപം പറഞ്ഞിട്ടുണ്ട്, കുട്ടികളോട് സംവദിക്കേണ്ട രൂപം പറഞ്ഞിട്ടുണ്ട്. ആ രൂപത്തിൽ സംസാരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമുക്ക് ഞാൻ എന്തിനാ അവനോട് അങ്ങനെ സംസാരിക്കണമൊക്കെ തോന്നാം, പക്ഷെ അതിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവും ആ കുട്ടിയുടെ വളർച്ചയ്ക്ക് തന്നെ. ഇപ്പൊ നമുക്ക് ആലോചിച്ച് നോക്കാം, നമ്മളുടെ ലൈഫിൽ ഇപ്പൊ കുറേ ടീച്ചർമാർ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മളെ പഠിപ്പിച്ച ഈ ഒരു പ്രായത്തിനിടയ്ക്ക് എത്രയോ ടീച്ചർമാർ നമ്മൾ സ്കൂളും കോളേജിലൊക്കെ പഠിപ്പിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ചില ടീച്ചർമാരെ നമുക്ക് എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിൽ വരുന്ന ഒരു 5-6 ടീച്ചറെ മാക്സിമം ഉണ്ടാവുള്ളൂ. എന്താ കാരണം? ആ ടീച്ചേഴ്സ് നമ്മൾ അത്ര പരിഗണിക്കുകയും നമ്മുടെ അവരുമായുള്ള കമ്മ്യൂണിക്കേഷൻ അത്ര സോഫ്റ്റ് ആയിരുന്നു എന്നുള്ളതായിരിക്കും. ചിലപ്പോൾ അവർ നമ്മളെ പഠിക്കാത്തതിന്റെ പേരിലോ വികൃതി കാട്ടിയതിന്റെ പേരിലൊക്കെ ശകാരിച്ചിട്ടുണ്ടാവാം, ശിക്ഷിച്ചിട്ടൊക്കെ ഉണ്ടാവാം. പക്ഷെ എന്നാലും നമുക്ക് അവരോട് സ്നേഹമാണ്. എന്താ സ്നേഹത്തിന് കാരണം? അവർ നമ്മളോട് അത്രയും നല്ല കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നു എന്നുള്ളതാണ്. ആ രൂപത്തിലേക്ക് എന്താണ് കമ്മ്യൂണിക്കേഷന് പോവുക എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ ഈ പിന്നെ കമ്മ്യൂണിക്കേഷൻ നേരത്തെ പറഞ്ഞല്ലോ, വലിയ കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും വലിയ ലക്ഷണം ഒന്ന്, ഞാൻ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആണ് എന്നതിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഞാൻ നല്ലൊരു കേൾവിക്കാരനാവുക എന്നുള്ളതാണ്. നല്ലൊരു കേൾവിക്കാരനാവണം. ആളുകൾ പറയുമ്പോൾ ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ഈ പ്രയാസപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് പറയുന്ന ആളുകൾ, അവരുടെയൊക്കെ ഒരു ചെറിയ പ്രയാസം എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന കാര്യം നമ്മളൊന്ന് കേട്ടാൽ മതി. ഒന്ന് കേൾക്കാനുള്ള സാവകാശം നമ്മൾ കാണിച്ചാൽ തന്നെ അവിടെ കുറേ പ്രയാസങ്ങൾ മാറും. ഈ എന്താണ് നമ്മുടെ അടുത്ത് വരുന്ന സംഗതികളും പരാതികളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ആളുകളുണ്ടല്ലോ, ഇപ്പൊ പല വ്യത്യസ്ത മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് പറയാണ്, നമ്മളടുത്ത് വരുന്ന ഒരാൾ ഒരു 5 മിനിറ്റ് ഇരുന്ന് എന്താ നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് പറയാന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് കേട്ടിട്ട് അതിന്റെ അവർ പറയുന്നതിന്റെ ഇടയ്ക്ക് എന്താണ് നമ്മൾ കാര്യങ്ങളൊന്നും പറയാതെ അവരെ പൂർണ്ണമായിട്ട് പറയാൻ അനുവദിച്ചാൽ തന്നെ എന്തൊരു മാറ്റം അവരുടെ ലൈഫിൽ ഉണ്ടെന്ന് അവർക്ക് വലിയ സന്തോഷമാകും.
കുറേ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഒട്ടനവധി പ്രശ്നങ്ങളും കേട്ടാൽ തീരുന്ന പ്രശ്നങ്ങളാണ്. ഇത് കേൾക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ് എന്താകുന്നത് മറ്റുള്ള ഇതിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഒരു സങ്കടം ഒരാളെന്ന് പറയുമ്പോൾ നമ്മളുടെ തിരക്കോ കാര്യങ്ങളോ എന്നുള്ളതല്ല, ആ കേൾക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞിട്ട് അയാളെ പിന്തിരിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ഈ ഉറുദുവിലൊരു ഒരു കവിതാ ശകലമുണ്ട്. ഒരാള് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരു കാര്യം പറയാണ്, ആവശ്യപ്പെടുകയാണ്. ഏക് ആദ്മി ആപ്കെ പാസ് ആത്തെ മദത് മാങ്തേ. നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരാൾ ഒരു 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 സഹായം ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താണ് ആപ് സമझना, നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഓ പഹലെ ഹുദാ കെ സാത്ത് പാസ് ആയത്തെ. അദ്ദേഹം ആദ്യം ദൈവത്തിന്റെ അടുത്ത് പോയി. ഹുദാനെ ആപ്കാ നാം ബത്താ ദിയ എന്നാണ്. അപ്പോൾ ഞാൻ ഒരാളോട് ഒരു സഹായം ചോദിച്ചപ്പോൾ എനിക്ക് ആദ്യം എന്തുണ്ട്, ഞാൻ അത് ദൈവത്തിനോട് ചോദിക്കുകയാണ്, എനിക്കിങ്ങനെ പ്രയാസമുണ്ട്, മാറ്റാൻ എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചുകൊണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ കാണിച്ചു കൊടുത്ത മാർഗമായിരിക്കും ചിലപ്പോൾ ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ. ആ സമയത്താണ് അവർ നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കണം ദൈവം പറഞ്ഞയച്ച ആളാണ്. അദ്ദേഹത്തിനെ ഡീൽ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കിയിട്ട് ആളുകളുടെ പ്രയാസം കേൾക്കുക എന്നുള്ളതാണ്. വർത്തമാനകാല രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തിലൊക്കെ കുറേ ഏറെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നല്ല മാർഗം എന്ന് പറഞ്ഞാൽ നന്നായിട്ടൊന്ന് കേട്ടുകൊടുക്കുക എന്നുള്ളതാണ്. നമുക്കൊരു നഷ്ടമില്ലാത്ത ഒരു കച്ചവടമാണ് അല്ലെ, ഒരു നഷ്ടം നമുക്കില്ല. പക്ഷെ അവർക്ക് കുറേ ലാഭം കിട്ടുകയാണ്. അപ്പൊ മറ്റുള്ളവർക്ക് ലാഭം കിട്ടുന്ന ഒരു കച്ചവടം നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എന്തൊരു സുന്ദരമായിരിക്കും നമ്മളെ ലൈഫ് അല്ലെ. പിന്നെ എല്ലാ കമ്മ്യൂണിക്കേഷനും വേർഡ് കൊണ്ടായിരിക്കണം എന്നില്ല. പല കമ്മ്യൂണിക്കേഷനും എന്തുണ്ടാവാം, ആംഗ്യം മാത്രം മതി, അല്ലെങ്കിൽ ചെറിയൊരു പ്രയോഗം മാത്രം നടത്തിയാൽ തന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ നടക്കും. ഇപ്പൊ ഞാൻ ഈ അടുത്ത കാലത്ത് ശ്രദ്ധിച്ച നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഈ പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്റ്റേജിൽ ഇരിക്കുമ്പോൾ ഒരു പ്രായമുള്ള ലേഡി മുന്നിൽ നിൽക്കുന്നുണ്ട്. അവർക്ക് ഇരിക്കാൻ സ്ഥലമല്ല. അപ്പോൾ അദ്ദേഹം സ്റ്റേജിൽ ഇരുന്നിട്ട് പോലീസുകാരനോട് ചെറിയ എന്തോ ഒരു ആംഗ്യം കാണിക്കുന്നുണ്ട്. പോലീസുകാരൻ വളരെ സ്നേഹത്തോടു കൂടി ഒരു ചെയർ കൊണ്ടിട്ട് കൊടുത്തിട്ട് ആ എന്താണ് അമ്മൂമ്മയെ അവിടെ ഇരുത്തുന്നത് മാത്രമല്ല, ആ സമയത്ത് അമ്മൂമ്മ ഈ പോലീസുകാരനെ പിടിച്ചിട്ട് ഒന്ന് ഹഗ് ചെയ്യുന്നുണ്ട്. എന്തൊരു സുന്ദരമായ നിമിഷം. ഞാൻ കുറേ നേരം റിപ്പീറ്റ് ചെയ്ത് കണ്ട സന്ദർഭമാണ്. അവിടെ ഒരു വേർഡ് പോലും സംഭവിച്ചിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ വലിയൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടന്നു. അപ്പോൾ പിന്നെ നമ്മളുടെ ഈ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷനിൽ, പരസ്പരമുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ആളുകൾ, നമ്മൾ ഏറ്റവും ബന്ധപ്പെട്ട ആളുകൾ നമ്മളെ എന്താ പറയാ, ഈ അവരാണ് ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറില്ലേ, ഓനത് പറയുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല. നമ്മളെ കുറെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവും. കാരണം എന്താ, അയാളെ നമ്മൾ അങ്ങനെ സ്നേഹിച്ചിരുന്നു. അപ്പൊ നമ്മളെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വാക്ക് അയാൾ ഒരു പ്രതീക്ഷിച്ചിട്ടില്ല. അതുണ്ടാക്കുന്ന എഫക്ട് എത്ര നെഗറ്റീവായിരിക്കും നമ്മൾ ആലോചിച്ചിട്ടുണ്ട് അല്ലെ. ഇപ്പൊ ഒരു ഇരുമ്പ് സ്വർണത്തിനോട് സംസാരിച്ചൊരു കഥ പറയാറുണ്ട്. ഇരുമ്പ് സ്വർണത്തിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, നിന്നെ ഇരുമ്പ് കൊണ്ട് ഇങ്ങനെ അടിക്കുമ്പോൾ ശബ്ദമൊന്നും വരുന്നില്ലല്ലോ. ഞാന് ഇരുമ്പ് എൻ്റെ അതേ വർഗത്തിൽപ്പെട്ട ഒരാളെ അടിക്കുമ്പോൾ വലിയ ശബ്ദം ഉണ്ടാവുകയാണ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ സ്വർണം ഇരുമ്പ് പറഞ്ഞു, നീ എന്നെ അടിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും ഒരേ ബന്ധത്തിലുള്ള ആളുകളാണ്, ഒരേ ചോരയാണ്. ഒരേ ചോരയുള്ള ആളുകളെ പരസ്പരം നമ്മൾ അടിക്കുമ്പോൾ വല്ലാത്ത വേദനയാണ്. ആ വേദനയാണ് വലിയ ശബ്ദമായിട്ട് ഭവിക്കുന്നതെന്നാണ്. അപ്പൊ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളോട്, നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ, നമ്മളുടെ കുടുംബങ്ങളെ, നമ്മളുമായി കൂട്ടുകൂടുന്ന ആളുകളെ ഒരു പ്രയോഗം കൊണ്ട് പോലും വിഷമിപ്പിക്കാതിരിക്കാൻ, ഒരു പോസിറ്റീവ് വൈബ് കൊടുക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. പിന്നെ അതിൽ നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മൾ ആരോട് പറയുന്നു നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഞാൻ എന്ത് പവറിൽ നിൽക്കുന്ന ആളാണെങ്കിലും ഞാൻ എൻ്റെ ഓഡിയൻസ് ആരാണ്, ഞാൻ ആരോടാണ് സംവദിക്കുന്നത്, അവരുടെ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ്, അവരുടെ കൾച്ചർ എന്താണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അതിനനുസരിച്ച് നമ്മൾ സംസാരിക്കാവുന്നതാണ്. നമുക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർക്കുക എന്നതിനേക്കപ്പുറത്തേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് സംസാരിക്കാൻ സാധിക്കുക നല്ലൊരു മീൻസ് കമ്മ്യൂണിക്കേഷനെ സുന്ദരമാക്കാനുള്ള ഏറ്റവും നല്ല പ്രയോഗമാണ്. ഇപ്പൊ നമുക്ക് അറിയുന്ന എല്ലാ വിജ്ഞാനവും ഒരു സ്ഥലത്ത് പോയി പ്രസംഗിക്കണോ അല്ലെങ്കിൽ ഡെലിവറി ചെയ്യണമെന്നില്ല. അതിന്റെ കാമ്പ് മാത്രം എടുത്തിട്ട് അവർക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് നോക്കി സംസാരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിന്റെ സാധാരണഗതിയിൽ ഒരു ആർട്ടിന്റെ ഭാഗമായിട്ട് പറയുന്നതാണ് ടൈമിങ് നോക്കുക തന്നെ. ചിലപ്പോഴൊക്കെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് നേരിട്ട് പോയിട്ട് സംവദിക്കാൻ പറ്റിയ സമയമല്ലായിരിക്കും. അദ്ദേഹത്തിന്റെ ഇപ്പോ തമാശ രൂപത്തിൽ പറയാറുണ്ട്, ഇങ്ങനെ ഒരാള് അയാളുടെ അച്ഛൻ അല്ലെങ്കിൽ ഉപ്പ മരിച്ചു കിടക്കുമ്പോൾ പോയിട്ട് രാവിലെ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഗുഡ് മോർണിംഗ് പറഞ്ഞു എന്ന് പറയും. ഒരു തമാശ രൂപത്തിൽ പറയുന്നതാണ്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരിക്കലും നല്ല മോർണിംഗ് അല്ല അത്. അതായത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ നഷ്ടം സംഭവിച്ച രാവിലെയാണ്. ആ രാവിലെ പോയിട്ട് നമുക്ക് ഗുഡ് മോർണിംഗ് പറയാൻ പറ്റില്ലല്ലോ. അത് ആരോട് എപ്പോൾ പറയാന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ പഴമക്കാർ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, കുറെ ഇന്നതുകൾ ഉണ്ടെന്ന് പറയും. ഇന്നാൽ ഇന്നത്, ഇന്നോട് തിന്നത്, ഇന്നോരോട് ഇന്നത്, ഇന്നപ്പ് ഇന്നത് എന്ന് പറഞ്ഞിട്ട് പഴയ ആളുകൾ ഉപയോഗിക്കുന്ന പ്രയോഗമാണ്. പക്ഷേ വർത്തമാന കാലത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സാധനങ്ങളാണ്. ഓരോ നിമിഷവും ഓരോ സന്ദർഭങ്ങളും നമ്മൾ ആരോട് ഡെലിവറി ചെയ്യുന്നു, എന്ത് ഡെലിവറി ചെയ്യുന്നു എന്നുള്ളത് നമ്മളെ വല്ലാതെ
അത് നമ്മൾ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ രാവിലത്തെ നമ്മുടെ ഒരു നിമിഷം മുതൽ, ഇപ്പൊ രാവിലെ ഒറ്റ ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. രാവിലെ നമ്മൾ കുട്ടികളെ വിളിച്ച് എഴുന്നേൽപ്പിക്കാറുണ്ട് വീട്ടിൽ. ആ ഒരു എഴുന്നേൽപ്പിക്കലിനും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ. കുട്ടിയെ നമ്മൾ എഴുന്നേൽപ്പിക്കുക രാവിലെ അവന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനെ സജ്ജമാക്കാൻ നമ്മളെ നിയോഗിക്കപ്പെട്ടതാണ്. നമ്മൾ നിയോഗിക്കുമ്പോൾ രണ്ട് രൂപത്തിൽ നമുക്ക് അതിനെ വിളിച്ചുണർത്താൻ പറ്റും. നേരം വയ്യാൻ നമുക്ക് ശകാരിക്കാം, എണീക്കടോ ആടാടൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ശബ്ദത്തിൽ പറയാം, എന്നെ വിളിച്ചാൽ എണീക്കൂല, അങ്ങനെ എങ്ങനെ ഒക്കെ പറയാം. പക്ഷെ സെയിം ടൈമിൽ കുട്ടിയുമായിട്ട് കുട്ടിയുടെ അടുത്ത് കഴിഞ്ഞ് ഒന്ന് പാറ്റ് ചെയ്ത് അവനെ നല്ലൽക്ക് വിളിച്ച് നമുക്ക് മദ്രസയിൽ പോകണ്ടേ, സ്കൂളിൽ പോകണ്ടേ, ഹോംവർക്ക് ഒക്കെ ചെയ്തോ എന്നൊക്കെ വെച്ചാൽ വലിയ പോസിറ്റീവായിട്ട് നമ്മൾ അവനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചാൽ അവന്റെ മുഖത്തുണ്ടാകുന്ന ഒരു പ്രസന്നത ഉണ്ട്. ആ പ്രസന്നത അന്നത്തെ ഒരു ദിവസത്തെ കൊണ്ട് നടക്കാൻ അവർക്ക് വളരെ ധാരാളം മതിയാവും. സെയിം ഇതിൽ നമ്മുടെ പവർ ഉപയോഗിച്ച് വലിച്ച് എഴുന്നേൽപ്പിക്കാൻ നമുക്ക് സാധിക്കുമല്ലോ, നമ്മളെ മക്കളല്ലേ. പക്ഷെ അതുണ്ടാക്കുന്ന നെഗറ്റീവ് എന്തായിരിക്കും? ആ അർത്ഥത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ മൈന്യൂട്ടായ കാര്യങ്ങളിൽ പോലും നമുക്കൊരു പോസിറ്റീവ് കാണാൻ സാധിക്കുകയും മൈന്യൂട്ടായ എലിമെന്റിൽ പോലും പോസിറ്റീവായ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് സാധ്യമാകുകയും ചെയ്താൽ ജീവിതം വലിയ സന്തോഷത്തിലേക്ക് പോവുക. ഇപ്പൊ രാവിലെ നമ്മളൊക്കെ എഴുന്നേറ്റ് വന്നു, നമ്മൾ വാങ്ക് കേട്ട് എഴുന്നേറ്റ ആളുകളുണ്ട്. അമ്പലത്തിലെ കൗസല്യ സുപ്രജാരാമ പൂർവ സന്ധ്യാ പ്രവർത്തതേ ഉദ്ദിഷ്ട നരശാതുല്യം കർത്തവ്യം ദൈവമാനികം എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൽ നിന്ന് കേൾക്കുന്ന ആളുകളുണ്ട്. പള്ളിയിൽ നിന്ന് മണികളൊക്കെ കേൾക്കുന്നതാണ്. ഇതൊരു പോസിറ്റീവ് വൈബ് നമുക്ക് തരികയാണ്, അല്ലേ? പിന്നെ ഒരു പോസിറ്റീവ് തരാണ്. ഇപ്പോൾ വിജയത്തിലേക്ക് പോകാന്ന് പറഞ്ഞ് പള്ളിയിൽ നിന്ന് വിളിക്കുന്നതും, അല്ലെങ്കിൽ ഉത്തിഷ്ഠ നരശാതുല്യം കർത്തവ്യം ദൈവഹാനികം എന്ന് പറഞ്ഞാൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നീ കർത്തവ്യ നിരതനാവണം എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൽ നിന്ന് വിളിക്കുന്നതും, അല്ലെങ്കിൽ ചർച്ചിൽ നിന്ന് മണിനാളം കേട്ടിട്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ട് രാവിലെ അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് എഴുന്നേൽക്കും തമ്മിൽ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് ഉണ്ടല്ലോ. ആ പോസിറ്റീവ് വൈബിനെ ഒരു ദിവസത്തെ ഒരു സമ്പാദ്യമാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം മാത്രമല്ല മുന്നോട്ടുള്ള പ്രയാണത്തിലൊക്കെ വലിയ പോസിറ്റീവ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ നമ്മളുണ്ട്. അത് നമ്മളുടെ ഒരു വാക്ക് കൊണ്ട് നമ്മളുടെ സന്തോഷം കളയുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഒറ്റ കാര്യം കൂടി പറയുന്നു. പ്രവാചകനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, പ്രവാചകനെ പെട്ടെന്ന് എന്നെ ഒന്ന് ഉപദേശിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞ വല്ലാത്ത ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമുണ്ട്, നമ്മളൊക്കെ ലൈഫിൽ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന കാര്യമാണ്. പ്രവാചകൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നിന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് നിനക്ക് റിഗ്രറ്റ് ചെയ്യേണ്ട അവസരമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നാണ്. അപ്പൊ നമ്മുടെ ഒരു വാക്കുകൊണ്ട് അയാൾക്ക് അത് പ്രയാസമാകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം അത് പറയാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു പ്രസൻസ് ഒരാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അതൊരു കമ്മ്യൂണിക്കേഷൻ, അവിടുന്ന് മാറി നിൽക്കുക എന്നുള്ളത് ഒരു കമ്മ്യൂണിക്കേഷനാണ്. ഈ രൂപത്തിൽ നമ്മുടെ ലൈഫിനെ പോസിറ്റീവ് ആക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന്റെ കമ്മ്യൂണിക്കേഷൻ മറ്റുള്ളവർക്ക് നമ്മളുടെ ഒരു ഇഷ്ടം ഉണ്ടാവാൻ രണ്ട് രൂപത്തിലും പറയല്ലോ. അയാൾ വരുന്നുണ്ട് എന്ന് പറയും, രണ്ട് രൂപത്തിലും പറയാം. ആ സാറ് വന്നല്ലോ എന്ന് പറഞ്ഞാൽ, ഓ സാറ് വരുന്നുണ്ട് എന്ന് പറഞ്ഞാലും സാറ് വരിക എന്നുള്ള കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നുള്ളൂ. പക്ഷെ ആ രണ്ട് കമ്മ്യൂണിക്കേഷൻ രണ്ട് ആശയങ്ങളാണ്. ഒന്ന്, ആ സാറ് വരുന്നതിൽ ആളുകൾക്ക് സന്തോഷമുണ്ടെന്ന്, കുട്ടികൾക്ക് സന്തോഷമുണ്ട്, അല്ലെങ്കിൽ അയാൾ വരുന്നതിൽ കുട്ടികൾക്ക് സന്തോഷമില്ല എന്നാണ്. എന്തുകൊണ്ടുണ്ടായതാണ്? നമ്മളുടെ അപ്പിയറൻസ് കൊണ്ടോ നമ്മളുടെ അവരോടുള്ള പ്രയോഗം കൊണ്ടോ ഒക്കെ ഉണ്ടായതായിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രം. ആ രൂപത്തിൽ നമുക്ക് സന്തോഷിക്കാൻ നിരവധി മാർഗങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ പോസിറ്റീവായി എടുക്കുകയും നമ്മളുടെ ഒരു സന്തോഷം കൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ബൈബിളിൽ പറഞ്ഞ പോലെ മറ്റുള്ളവരെ അപ്പ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു എലമെന്റ് നമ്മുടെ ജീവിതത്തിൽ നിത്യേന നമ്മൾ കൊണ്ടു നടക്കുകയും ചെയ്താൽ ജീവിതം സുന്ദരമാകാൻ വലിയ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട, സുന്ദരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു ആൾ. താങ്ക് യു സർ. ചില ആളുകൾ അങ്ങനെയാണ്. അവരുടെ വാക്കുകൾ, അല്ലെങ്കിൽ ഒരു നോട്ടം, നല്ലൊരു ഹഗ്, കേൾക്കാനുള്ള മനസ്സ്, ഇങ്ങനെ ഒരാളെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ ഒരുപാട് മുഖങ്ങളായിരിക്കും നിങ്ങളുടെ ഓരോ ആളുകളുടെയും മനസ്സുകളിലേക്ക് ഇന്ന് നജമുദ്ദീൻ സാർ എത്തിച്ചിട്ടുണ്ടാവുക. നല്ല ഉദാഹരണങ്ങളുടെയും നിത്യജീവിതത്തിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളിലൂടെയും കഥകളിലൂടെയും നമ്മുടെ മനസ്സിലേക്ക് കമ്മ്യൂണിക്കേഷന്റെ മനോഹര ചിത്രം വാക്കുകൾ കൊണ്ട് വരച്ചു തീർത്തിരിക്കുകയാണ് ഇന്നത്തെ ഈ സുപ്രഭാതം. വാക്കുകൾക്ക് ശക്തിയുണ്ട്, അത് വിവേകത്തോടെ ഉപയോഗിക്കുക. സംസാരത്തിലെ സൗമ്യതയും വിനയവും കാത്തു സൂക്ഷിക്കുക. ഒരൊറ്റ വാക്കുകൊണ്ട് ഉപേക്ഷിച്ചത് 1000 വാക്കുകൾ കൊണ്ട് തിരിച്ചു കിട്ടില്ല എന്ന വലിയ സന്ദേശമാണ് ഇന്ന് ഈ ഒരു പ്രഭാതത്തിൽ നമുക്കായി സർ പറഞ്ഞു തന്നത്. അതുകൊണ്ട് തന്നെ നജമുദ്ദീൻ സാറിന് ഡിവിഷൻ ടീമിന്റെ കൃത്യമായ നന്ദി അറിയിക്കുകയാണ്. കൂടാതെ ഇത്രയും നല്ലൊരു സെഷനു വേണ്ടി നമുക്കായി നജമുദ്ദീൻ സാറിന് നൽകിയിരിക്കുന്നത് നമ്മുടെ ഡിവിഷന്റെ സ്ഥിരം പ്രേക്ഷകനായ സലീം സാറാണ്.
സാലിം സാറാണ്, വയനാട് നിന്നുള്ള സാലിം സാറാണ്. അദ്ദേഹത്തിന് ഹൃദ്യമായ നന്ദി ടീമിന്റെ പേരിൽ അറിയിക്കുകയാണ്. കൂടാതെ എൻ്റെ കൂടെ നിത്യവും ഇതിനു വേണ്ടി പ്രയത്നിക്കുന്ന എൻ്റെ സഹപ്രവർത്തകർക്ക് സ്നേഹാശംസകൾ അറിയിക്കുന്നതോടൊപ്പം ഈ ഡിവിഷനെ ധന്യമാക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്നും ഈ ഒരു പുലർക്കാല വേളയിൽ നമ്മോടൊപ്പം ചേർന്ന് ഈ ഒരു ഇതിനെ ഉയർത്തി വൻ വിജയമാക്കി കൊണ്ടുപോകുന്ന നല്ല വാക്കുകൾക്കായി കാതോർക്കുന്ന എല്ലാവർക്കും കൃത്യമായ നന്ദി. താങ്ക് യു. Thank you. More power.